വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 16-17 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ഇന്നത്തോടുകൂടി വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തോട് നമ്മൾ വിട പറയും. വെളിപ്പാട് 6-ന്റെ 16-17 വാക്യങ്ങൾ. ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൽ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് ഇവയോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ. മഹാപീഡനകാലത്ത് കൊടിയ യാതനകൾ അനുഭവിക്കുന്നവരുടെ നിലവിളിയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇന്നലെ നമ്മൾ ചിന്തിച്ച ആ 7 കൂട്ടം ആളുകൾ, അതായത് രാജാക്കന്മാർ, മഹത്തുക്കൾ, ധനവാന്മാർ, സഹസ്രാധിപന്മാർ, ബലവാന്മാർ, സകലദാസന്മാർ, സ്വതന്ത്രർ, ഇവരുടെ നിലവിളിയാണ് പാറകളിലും ഗുഹകളിലും ഒളിച്ചിരുന്നുകൊണ്ട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്ന്. കർത്താവായ യേശുക്രിസ്തു ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ലൂക്കോസ് 21:21, ഹോശേയ 10:8. ഹോശേയ 10:8 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ഇസ്രായേലിൻ്റെ പാപമായിരിക്കുന്ന ആവനിലെ പൂജാഗിരികൾ നശിച്ചു പോകും, മുള്ളും പരക്കാരെയും അവരുടെ ബലിപീഠങ്ങളിന്മേൽ മുളയ്ക്കും. അവർ മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്ന് പറയും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 17 വാക്യങ്ങളിലെ പ്രാർത്ഥന യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിനോടല്ല, സാധാരണ പാറയോടും മലകളോടുമാണ്. അവ അവരെ രക്ഷിക്കുകയില്ല. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനവധി ആളുകൾ മലമുകൾ കയറി പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്യുന്നവർ ഉണ്ട്. അടുത്തതായി ഈ വാക്യത്തിൽ നമ്മൾ കാണുന്ന മഹാകോപ ദിവസം വരുന്നു. സെഫന്യാവ് 1:15-18 വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം. അടുത്തത് 18-ാമത്തെ വാക്യം: യഹോവയുടെ ക്രോധ ദിവസത്തെങ്കിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. സർവ്വഭൂമിയും അവൻ്റെ തീഷ്ണാഗ്നിക്ക് ഇരയായിത്തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്രസംഹാരം വരുത്തും. മലകളിലും പാറകളിലും ഒളിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥനയാണ് വെളിപ്പാടിൽ നമ്മൾ കാണുന്നത്. സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കാണാതെയും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെയും ഞങ്ങളെ മറപ്പിൻ. കുറ്റബോധത്തിൻ്റെ പ്രഥമ പ്രതികരണം ദൈവമുമ്പിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3:8 നമ്മൾ കാണുന്നു: പാപി മരണത്തേക്കാൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ദൈവകോപത്തെയാണ്. പാപിയായ മനുഷ്യൻ ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏകമാർഗം ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ വാക്യത്തിൻ്റെ ഒടുവിൽ നമ്മൾ കാണുന്നത് അന്ന് ആർക്ക് നിൽപ്പാൻ കഴിയും. മലാക്കി പ്രവചനം 3:2 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെ, അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. മലാക്കി പ്രവചനം 4:1 ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നഹും 1:6 അവൻ്റെ ക്രോധത്തിൻ മുൻപിൽ ആർ നിൽക്കും? അവൻ്റെ ഉഗ്രകോപത്തിങ്കിൽ ആർ നിവർന്നു നിൽക്കും? അവൻ്റെ ക്രോധം തീ പോലെ ചൊരിയും, പാറകൾ അവനാൽ പിളർന്നു പോകും. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിൻ്റെ കോപത്തെക്കുറിച്ച് പറയുന്നത് ഒരു വിരോധാഭാസമായി തോന്നാം. കാരണം കുഞ്ഞാട് സൗമ്യതയും ശാന്തതയുടെയും പ്രതീകമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലെ കുഞ്ഞാട് വ്യത്യസ്തമാണ്. ദൈവകോപം വിദ്വേഷത്തിൻ്റെയോ വിനാശത്തിൻ്റെയോ ശക്തിയല്ല, നേരെ മറിച്ച് വിനാശകരമായ പാപത്തിന് എതിരെയുള്ള ദൈവത്തിൻ്റെ മനോഭാവമാണ്. അത് ദൈവസ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഇതോടെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തോട് നമ്മൾ വിട പറഞ്ഞു. തുടർന്ന് നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.